രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റോടുകൂടി വെളിവാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ സൈലന്റായി പ്രവർത്തിച്ചിരുന്ന സർക്കാർ വിരുദ്ധരായിട്ടുള്ള ഒരു മാഫിയ സംഘത്തിന്റെ ഒരു കണ്ണി രാഹുൽ മാങ്കൂട്ടം. ആ കണ്ണി അപ്രതീക്ഷിതമായ ഒരു പെണ്ണ് കേസിൽ അല്ലെങ്കിൽ പീഡന കേസിൽ പെട്ടതിന് പിന്നാലെ ആ കോക്കസ് ഗ്രൂപ്പ് ചിതറുന്ന ഒരു അവസ്ഥ കാണുകയാണ്. അവിടെയാണ് ഈ കോക്കസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണെന്നല്ലേ, രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താണ്? അത് അദ്ദേഹം തെറ്റുകാരനല്ല, ഇരയെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത് രാഹുൽ മാങ്കൂട്ടം ശരിയായിരുന്നു, അദ്ദേഹമല്ല ഇരയാണ് തെറ്റിനെല്ലാത്തിനും കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു തെറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാനാണ് പരിശ്രമങ്ങൾ അരങ്ങേറിയത്. അവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. സ്വന്തം നിലയ്ക്ക് ഞാൻ എൻ്റെ താല്പര്യത്തോടു കൂടിയാണ് പല വാർത്തകളും ചെയ്തിരുന്നു, അല്ലെങ്കിൽ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിരുന്നു എന്നാണ് രാഹുൽ ഈശ്വറിന്റെ അവകാശവാദം. ഞാൻ എൻ്റെതായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് എൻ്റെ സ്വന്തം നിലയ്ക്ക്. അവിടെയാണ് നിങ്ങൾ ഒരു കാപട്യം തിരിച്ചറിയേണ്ടത്. ഇതിന്റെ പിന്നിൽ ഒരു കോക്കസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയേണ്ടി വന്നത്. രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി മുതൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സൈബർ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ഇന്നിപ്പോ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് നോക്കി. ആ പേജിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? പോലീസ് ആ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു, ഫോൺ പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ഈ ഇരയെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾക്ക് വേണ്ടി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഈ ദൃശ്യം അങ്ങോട്ട് നോക്കിയേ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായിട്ട് ഇതേ പേജിലേക്ക് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. അരമണിക്കൂർ മുന്നേ വീണ്ടും ഒരു കാർഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. ഞാനിത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 36 മിനിറ്റ് ആയിരുന്നു. അതിൽ രാഹുൽ ഈശ്വർ കുറിച്ചതുപോലെയുള്ള ഒരു പോസ്റ്റാണ്. ഹാപ്പി ടു ഫൈറ്റ് ഫോർ മെൻ ആൻഡ് മെൻസ് റൈറ്റ്. ഇതാണ് ക്യാപ്ഷൻ. എന്നിട്ട് ഒരു കാർഡും കൂടി പങ്കുവച്ചിട്ടുണ്ട്. പച്ചക്കള്ളം പറഞ്ഞ് എന്നെ കുടുക്കി, ഗാന്ധിജിയുടെ പാതയിൽ ജയിലിൽ നിരാഹാരം, ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം. രാഹുൽ ഈശ്വർ ആരാണ് ഈ വീഡിയോകളും അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഇതെല്ലാം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്? ഭാര്യ എന്ന വ്യക്തി ദീപ അദ്ദേഹത്തോടൊപ്പം ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഒപ്പമുണ്ട്. നിങ്ങൾ കാണുന്നുമുണ്ട് ദൃശ്യങ്ങളിൽ. പല സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നുമുണ്ട്.